ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധം സങ്കീർണവും അപകടകരവുമായ ഒരു ഘട്ടത്തിലേക്ക് ഇറാൻ അമേരിക്ക ശത്രുത വളർന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ യുദ്ധങ്ങൾ നടക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര തകർച്ചകൾ മൂലമാണ്. എന്നാൽ ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ട ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഈ പോരാട്ടം കേവലം അതിർത്തികൾക്കോ അധികാരത്തിനോ വേണ്ടിയല്ല, മറിച്ച് വ്യക്തിപരമായ പകപോക്കലുകളിലേക്ക് കൂടി നീങ്ങിയിരിക്കുന്നുവെന്നാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമായ വേവ് 19 ആക്രമണം ആഗോള സൈനിക ചരിത്രത്തിൽ തന്നെ അമ്പരപ്പിക്കുന്ന ഒന്നായി മാറി. നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് കുതിച്ചു പാഞ്ഞപ്പോൾ അവ വഹിച്ച സന്ദേശമായിരുന്നു ഏറ്റവും മാരകം. വിക്ഷേപണത്തിന് തൊട്ടു മുൻപ് മിസൈലുകളുടെ ഉടലിൽ ഹേ സ്റ്റുപ്പിഡ് ട്രംപ് എന്ന് പേരെടുത്തെഴുതിയത് ലോകമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിയെയും അദ്ദേഹം നയിക്കുന്ന ലോകശക്തിയെയും ഒരേപോലെ അവഹേളിക്കാനാണ് ഇറാൻ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ഈ നീക്കം കേവലം ഒരു തമാശയല്ല, മറിച്ച് കൃത്യമായി കണക്ക് കൂട്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ നീക്കമാണ്. ട്രംപ് ഭരണകൂടം ഇറാനെതിരെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളും ഖാസിം സുലൈമാനിയുടെ വധം ഉൾപ്പെടെയുള്ള മുൻകാല സംഭവങ്ങളും ഇറാന്റെ ഉള്ളിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ തങ്ങൾ ഭയപ്പെടുന്നില്ല എന്ന് കാണിക്കാനുള്ള ഇറാന്റെ ശ്രമമാണിത്. വാക്കുകൾ ഔദ്യോഗിക പത്രക്കുറിപ്പുകളിൽ നിന്ന് മാറി യുദ്ധവിമാനങ്ങളുടെയും മിസൈലുകളുടെയും മുകളിലേക്ക് മാറുമ്പോൾ അത് നയതന്ത്രത്തിന്റെ സകല വാതിലുകളും അടഞ്ഞുവെന്നതിന്റെ സൂചനയാണ്. ഗൾഫ് മേഖലയിലെ സുപ്രധാന എണ്ണ കമ്പനികളും അമേരിക്കൻ സൈനിക താവളങ്ങളും ഈ ആക്രമണത്തിന്റെ നിഴലിലായതോടെ ലോകവിപണിയിലും ഇതിന്റെ പ്രകമ്പനമുണ്ടായി. ഇറാന്റെ ഈ ധിക്കാരപരമായ സന്ദേശം അമേരിക്കൻ ഭരണകൂടത്തെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യം പൂർണ്ണമായും വിജയിച്ചു എന്ന് പറയാം. ഒരു വശത്ത് ഇസ്രയേലും മറുവശത്ത് ഇറാനും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ അമേരിക്കയെ കൂടി വലിച്ചിഴയ്ക്കാനുള്ള ശ്രമമാണ് ഈ സന്ദേശത്തിന് പിന്നിലെന്നും ചില നിരീക്ഷകർ കരുതുന്നു. ഒരു പ്രകോപനത്തിന് 1000 മറുപടികൾ നൽകാൻ മടിക്കാത്ത ട്രംപ് ഭരണകൂടം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ സമാധാനം. വൈറ്റ് ഹൗസ് ഈ അപമാനത്തെ നിസ്സാരമായി കാണില്ല എന്ന് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ വലിയ തോതിലുള്ള സൈനിക നീക്കങ്ങൾക്കും തിരിച്ചടികൾക്കും സാധ്യതയുണ്ട്. ആയുധങ്ങൾക്കും അപ്പുറം വാക്കുകൾ കൊണ്ടുള്ള ഈ യുദ്ധം അന്താരാഷ്ട്ര സുരക്ഷാ ക്രമത്തെ തന്നെ തകിടം മറിച്ചിരിക്കുകയാണ്.